Hi everybody, Calicut University, first semester BA English Language and Literature, the major paper. So when we come to this paper, today we are going to discuss the chapter Popular Vampires. Popular Vampires. And when we come to this particular chapter, it's clear that there is a film, a beautiful film, Twilight Saga film. And there a lot of series are there under Twilight Saga. A beautiful film, a beautiful romance and fantasy film series. And this film series inspired from a series of novel, Twilight Saga, written by American author and film producer Stephenie Meyer. So Stephenie Meyerന്റെ ഒരു അമേരിക്കൻ നോവൽ സീരീസ് അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് ഫോം ചെയ്തൊരു ഫിലിമായിരുന്നു ട്വലൈറ്റ് സാഗ ഫിലിം സീരീസ്. സോ ഇതിൻ്റെ മേജർ എന്ന് പറയുന്നത് ഈ പറയുന്ന നോവൽ സീരീസാണ്. ഈ നോവലാണ് പിന്നീട് സിനിമ ആക്കിയിട്ടുള്ളത്. സോ വെൻ വി കം ടു ദിസ് നോവൽ ഓർ ദിസ് ഫിലിം, വി ക്യാൻ സീ ദാറ്റ് എ ബ്യൂട്ടിഫുൾ റൊമാൻസ്, എ ബ്യൂട്ടിഫുൾ ഓർത്തഡോക്സ് റൊമാൻസ് ബിറ്റ്വീൻ ബെല്ല ആൻഡ് എഡ്വേർഡ്. സി, ബെല്ല ഒരു ഹ്യൂമൻ ക്യാരക്ടറാണ്, എഡ്വേർഡ് ഒരു വാമ്പയർ ക്യാരക്ടറാണ്. സോ എ റൊമാൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് എ വാമ്പയർ. വളരെ മനോഹരമായിട്ട് ഇതിൽ വാമ്പയേഴ്സിനെ അസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വർക്കിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. മാത്രമല്ല ഇത് സിമ്പിളാണ്. ഈ വാമ്പയേഴ്സ് ഇതിലുപയോഗിച്ചിരിക്കുന്ന സ്റ്റെഫനി മേയർ ഇതിലുപയോഗിച്ചിരിക്കുന്ന വാമ്പയേഴ്സ്, ഈ ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് സിമ്പിൾസാണ്. അമേരിക്കയിൽ യുദ്ധങ്ങൾക്കും മറ്റ് പല ഇൻസിഡൻസിനും ശേഷം social values, family relations, norms, such kind of ethics തുടങ്ങിയ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ ഒരു മാതൃകയായിട്ടാണ്, ഒരു നല്ലൊരു ഉദാഹരണമായിട്ടാണ്, ഒരു മാതൃകാ ഉദാഹരണമായിട്ടാണ് ഇതിലുള്ള വാമ്പയേഴ്സിനെ സ്റ്റീഫൻ മേയർ അസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയൊരു നോവൽ സീരീസാണ്. ഒരുപാട് സീസൺസ്, ഒരുപാട് സീരീസ് ഇതിലുണ്ട്. ഫിലിം വേർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു ട്വലൈറ്റ് സാഗ അതിൻ്റെ ഒരു കോർ സാധനം നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ദ ലവ് ഓർ റൊമാൻസ് ബിറ്റ്വീൻ ബെല്ല ആൻഡ് എഡ്വേർഡ്. ഇതല്ലാതെ ഒരു ട്രയാങ്കിൾ ലവും അവിടെ വരുന്നുണ്ട്. ഈ ഒരു ലവ് അതല്ലെങ്കിൽ ഈ ഒരു റൊമാൻസ് ഇത് മാത്രമല്ല അതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അതിലൂടെ ആ ഒരു ജേണിയിലൂടെ ഒരുപാട് തീംസിലേക്ക് വിരൽ ചൂണ്ടുന്ന, അതല്ലെങ്കിൽ പല സോഷ്യൽ ഇഷ്യൂസിനെയും കാണിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ സോൾവ് ചെയ്യേണ്ടത്, ഹൗ ടു ബി എ ഗുഡ് സിറ്റിസൺ, എങ്ങനെ നമുക്ക് സോഷ്യൽ വാല്യൂസും ഫാമിലി റിലേഷൻസും എത്തിക്സും മൊറാലിറ്റിയും ഒക്കെ നമുക്ക് കെട്ടിപ്പിടിക്കാം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു മനോഹരമായ ഒരു നോവൽ സീരീസ് ആയിരുന്നു ഈ പറയുന്ന ട്വലൈറ്റ് സാഗ. ഫിലിം വേർഷനിലേക്ക് വന്നപ്പോഴും നോവൽ ഫിലിം ആകുന്ന സമയത്ത് പലപ്പോഴും ചില പാകപ്പിഴകൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നോവലും ഫിലിമും രണ്ടും പെർഫെക്റ്റ് ആണ്. സോ നമുക്കിതിൽ പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് പോപ്പുലർ വാമ്പയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ് ഫസ്റ്റ്. ഓക്കെ, സോ നൗ വെൻ കം ടു ദിസ് ചാപ്റ്റർ, ദ ടൈറ്റിൽ ഈസ് പോപ്പുലർ വാമ്പയേഴ്സ്. ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ വാമ്പയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ദ ആക്ച്വലി റെപ്രസെൻറ്റ്സ് അമേരിക്ക, ദ കൾച്ചർ, ദ ലൈഫ്, certain norms of America, then the shift of America, some shift or change of values, social values and so on. സോ ചുരുക്കി പറഞ്ഞാൽ ഈ വാമ്പയേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് പാഠഭാഗത്തിലേക്ക് വരാം. പോപ്പുലർ വാമ്പയേഴ്സ്. The vampire stories are popular in the USA, again possibly because of the country's issues and worries. സോ USA-യിൽ, അമേരിക്കയിൽ വാമ്പയർ സ്റ്റോറീസ് പോപ്പുലറായി എന്ന് പറയുന്നു, വീണ്ടും പോപ്പുലറായി. ദ വാമ്പയർ സ്റ്റോറീസ് ആർ പോപ്പുലർ ഇൻ ദ USA, എഗെയിൻ വീണ്ടും പോപ്പുലറായി. പോസിബിളി ബിക്കോസ് ഓഫ് ദ കൺട്രീസ് ഇഷ്യൂസ് ആൻഡ് വെറീസ്. അത് ആ രാജ്യത്തെ ഇഷ്യൂസ്, വെറീസ്, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം വാമ്പയർ സ്റ്റോറീസൊക്കെ വീണ്ടും USA-യിൽ പോപ്പുലറായി.
Some experts believe that after 9/11, people began to rethink their beliefs and relationships through stories about fantasy and horror. ഇവിടെ നോക്കൂ, ഈ 9/11 എന്ന് പറയുന്നത് ആക്ച്വലി അത് ഒരു ഇൻസിഡൻ്റാണ്. അതായത് ഒരു സെപ്റ്റംബർ 11 അറ്റാക്ക് എന്നറിയപ്പെടുന്ന ഒരു ഇൻസിഡൻ്റാണ്. അത് ഉദ്ദേശിക്കുന്നത് ഈ സെപ്റ്റംബർ 11 അറ്റാക്ക് എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റ് സൂയിസൈഡ് അറ്റാക്ക് ആയിരുന്നു. സോ അതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഈ 9/11 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ സം എക്സ്പേർട്സ് ബിലീവ് ദാറ്റ്, ചില എക്സ്പേർട്ടുകൾ വിശ്വസിക്കുന്നു എന്തെന്ന് വെച്ചാൽ ആഫ്റ്റർ 9/11, അതായത് ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ്, പീപ്പിൾ ബിഗാൻ ടു റീതിങ്ക് ദയർ ബിലീവ്സ് ആൻഡ് റിലേഷൻഷിപ്സ് ത്രൂ സ്റ്റോറീസ്. ആൾക്കാർ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ആൾക്കാരുടെ മനസ്സിൽ ഇത്തരം ബിലീഫുകൾ, വാമ്പയർ സ്റ്റോറീസ് നൽകുന്ന ഇത്തരം ബിലീഫ്, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ത്രൂ സ്റ്റോറീസ് അബൌട്ട് ഫാൻറ്റസി ആൻഡ് ഹൊറർ എന്നീ മേഖലകളിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള ചില വിശ്വാസങ്ങളൊക്കെ വളരാൻ കാരണമായത്, അല്ലെങ്കിൽ വളരാൻ തുടങ്ങിയത് ഈ ഒരു അറ്റാക്കിന് ശേഷമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമായിരുന്നു എന്ന് ചില എക്സ്പേർട്ടുകൾ വിശ്വസിക്കുന്നു. സ്കോളേഴ്സ് ലൈക്ക് നിന ഒറബാച്ച് ആൻഡ് ടെറേസ ഗോഡോ say that vampires show what society needs and how people feel. സോ രണ്ട് സ്കോളേഴ്സിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു. അവർ പറയുകയാണ്, ദ വാമ്പയേഴ്സ് ഷോ വാട്ട് സൊസൈറ്റി നീഡ്സ്. സൊസൈറ്റി എന്താണോ സൊസൈറ്റിക്ക് ആവശ്യം, അല്ലെങ്കിൽ സൊസൈറ്റി എന്താണോ ആവശ്യപ്പെടുന്നത്, അതാണ് ഈ വാമ്പയർ സ്റ്റോറീസിലൂടെ അല്ലെങ്കിൽ വാമ്പയേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. ആൻഡ് ഹൗ പീപ്പിൾ ഫീൽ വിത്ത് സ്റ്റെഫിനി മേയേഴ്സ് ട്വലൈറ്റ് സീരീസ് റിഫ്ലക്റ്റിംഗ് അമേരിക്കൻ കൾച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെഫിനി മേയറുടെ ട്വലൈറ്റ് സീരീസ് അതൊരു നോവലാണ്. ആ ഒരു നോവൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അമേരിക്കൻ കൾച്ചറിനെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ്, അമേരിക്കൻ റിട്ടേൺ. ആഫ്റ്റർ 9/11 and the war on the terror, the Twilight Saga reveals America's fears. നോക്കൂ, ട്വലൈറ്റ് സാഗ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബുക്കാണ് ട്വലൈറ്റ് സാഗ എന്ന് പറയുന്ന ഒരു സീരീസാണ്. എ സീരീസ് ഓഫ് റൊമാൻസ്, ഫാൻറ്റസി, ഫിലിം, ആൻഡ് ആക്ച്വലി എക്സ്പ്ലോർസ് ദി അൺഓർത്തഡോക്സ് റൊമാൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബെല്ല ആൻഡ് വാമ്പയർ എഡ്വേർഡ്. സോ ദിസ് ഈസ് എ ലവ് സ്റ്റോറി ഓഫ് ബെല്ല ആൻഡ് എഡ്വേർഡ്. ചുരുക്കി പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇവിടെ ബെല്ല എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, പക്ഷേ എഡ്വേർഡ് എന്ന് പറയുന്നത് ഒരു വാമ്പയറാണ്. രണ്ടുപേരും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു സെഷൻ കൂടിയാണ്, ഒരു സീരീസ് കൂടിയാണ് ട്വലൈറ്റ് സാഗ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഒരു ട്രയാങ്കിൾ ലവും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ട്രയാങ്കിൾ ലവ് ബിറ്റ്വീൻ ബെല്ല, എഡ്വേർഡ് ആൻഡ് ജാക്കബ് എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടറുണ്ട്. എ വെയർവൂൾഫ്, അദ്ദേഹം ഒരു വെയർവൂൾഫാണ്. ഈ വെയർവൂൾഫ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ ഹൂ ചേഞ്ചസ് ഫോർ പീരിയഡ്സ് ഓഫ് ടൈം ഇൻ ടു എ വൂൾഫ്. കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അയാൾ എന്തായിട്ട് മാറും? വൂൾഫായിട്ട്, ചെന്നായിട്ട് മാറും. ടിപ്പിക്കലി വെൻ ദർ ഈസ് എ ഫുൾ മൂൺ, അതായത് പൂർണ്ണചന്ദ്രനൊക്കെ വരുന്ന ആ ഒരു സമയം. അപ്പോൾ ആ ഒരു സമയത്ത് പകൽ സമയത്ത് അദ്ദേഹം മനുഷ്യനായിരിക്കും, പക്ഷേ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ അദ്ദേഹം വൂൾഫായിട്ട് മാറും. സോ അങ്ങനത്തെ ആ ഒരു ഇതിനെയാണ് നമ്മൾ വെയർ വൂൾഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ലവും ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഓക്കെ, സോ എനിവേ, ആഫ്റ്റർ 9/11 ആൻഡ് ദ വാർ ഓൺ ടെറർ, അതായത് ഈ രണ്ട് ഇൻസിഡൻറ്റിന് ശേഷം ദ ട്വലൈറ്റ് സാഗ റിവീൽസ് അമേരിക്കാസ് ഫിയേഴ്സ്. അതായത് ഈ ഒരു രണ്ട് ഇൻസിഡൻറ്റിന് ശേഷം, അതായത് 9/11 എന്ന് പറയുന്ന ഇൻസിഡൻറ്റും അതുപോലെ തന്നെ വാർ ഓൺ ടെറർ, അപ്പോൾ ഇതിനൊക്കെ ശേഷം അമേരിക്കയിലെ ജനങ്ങളിൽ പേടി, ഒരു ഫിയർ വന്നു തുടങ്ങി. ആൻഡ് ആ ഒരു സംഭവം ഈ ഒരു നോവലിലും അല്ലെങ്കിൽ ഈ ഒരു ഫിലിമിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു വാമ്പയർ സ്റ്റോറി എന്ന് പറയുന്നത് അമേരിക്കനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇൻ മേയേഴ്സ് വേൾഡ്, വാമ്പയേഴ്സ് ആൻഡ് വെയർവൂൾഫ്സ് ചാലഞ്ച് സോഷ്യൽ വാല്യൂസ്. സോ മേയറിൻ്റെ ഈ ഒരു പുസ്തകത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു വർക്കിൽ, വാമ്പയേഴ്സും അതുപോലെ തന്നെ വെയർവൂൾഫ്സും ഒക്കെ ചാലഞ്ച് ചെയ്യുകയാണ്. എന്തിനാണ് ചാലഞ്ച് ചെയ്യുന്നത്? സോഷ്യൽ വാല്യൂസിനെയും അതുപോലെ തന്നെ മേക്കിംഗ് പീപ്പിൾ റീകൺസിഡർ ഇമ്പോർട്ടൻ്റ് ബിലീഫ് ലൈക്ക് ഫാമിലി ആൻഡ് റൈറ്റ് ആൻഡ് റോങ്. ജനങ്ങളെ തന്നെ ഫാമിലിയെക്കുറിച്ചും
നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടെടുക്കുവാനും റീതിങ്ക് ചെയ്യാനും റീകൺസിഡർ ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സായിരുന്നു ഈ പറയുന്ന മേയേഴ്സിൻ്റെ വർക്കിലുണ്ടായിരുന്ന ക്യാരക്ടേഴ്സ്. വാമ്പയേഴ്സ് ആണെങ്കിലും വെയർവോൾഫ് ആണെങ്കിലും ഒക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സായിരുന്നു എന്ന് പറയുകയാണ്. സോ ഈ പറഞ്ഞതുപോലെ തന്നെ ബിലീഫ്, ഫാമിലി, റൈറ്റ്, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സൊസൈറ്റിയെ, അതായത് അമേരിക്കയിൽ ഈ പറയുന്ന സോഷ്യൽ വാല്യൂസ്, നല്ല നല്ല സോഷ്യൽ വാല്യൂസൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതൊക്കെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സായിരുന്നു മേയേഴ്സിൻ്റെ വർക്കിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുകയാണ്. ഈ ക്യാരക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് വാമ്പയേഴ്സും വെയർവോൾഫ്സും ആണ് കേട്ടോ. അപ്പോൾ സാധാരണ വാമ്പയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് കാണുക അല്ലേ. പക്ഷേ മേയറിൻ്റെ ഈ ഒരു വർക്കിൽ അങ്ങനെയല്ല. ഇവർ ഈ പറഞ്ഞ പോലെ ഒരുപാട് സോഷ്യൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന കുറേ ക്യാരക്ടേഴ്സായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ അത് മനുഷ്യർക്കൊരു മാതൃകയാണ് എന്നുള്ള രീതിയിലാണ് ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അമേരിക്കക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് the story shows the struggle to maintain order and traditional values during tough times, emphasizing the need to follow rules. നോക്കൂ, ദ സ്റ്റോറി ഷോസ് ദ സ്ട്രഗിൾ ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് ട്രഡീഷണൽ വാല്യൂസ്. നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ട്രഡീഷണൽ വാല്യൂസ് അതൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതുമായിട്ടുള്ളൊരു സ്ട്രഗിൾ ഡ്യൂറിങ് ടഫ് ടൈംസ്. അത് ടഫ് ടൈമാണ് എങ്കിൽ പോലും, ഏത് പ്രതികൂല പ്രതിസന്ധി സമയത്താണ് എങ്കിൽ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ട്രഡീഷണൽ വാല്യൂസ് പോലെയുള്ള ഒത്തിരി നോംസ്, സോഷ്യൽ വാല്യൂസ് അതിനൊക്കെ എംഫസൈസ് ചെയ്യുന്ന രീതിയിലായിരുന്നു, അതിനൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലായിരുന്നു ഈ ക്യാരക്ടേഴ്സ്, മേയേഴ്സിൻ്റെ ഈ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നത്. അത് എംഫസൈസിങ് ദ നീഡ് ടു ഫോളോ റൂൾസ്. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് വി ഹാവ് ടു ഒബേ ദ റൂൾസ് ആൻഡ് കണ്ടീഷൻസ്. അവിടെ ചില റൂൾസ് ഉണ്ടായിരിക്കും, ചില സോഷ്യൽ വാല്യൂസ് അധിഷ്ഠിതമായിട്ടുള്ള ചില റൂൾസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിൽ, അതായത് ഹൗ ടു ഗോ, എങ്ങനെ പോകണം, നല്ല രീതിയിൽ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ചില നിയമങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് പ്രകാരമൊക്കെ പോകുന്ന വാമ്പയേഴ്സിനെയാണ്, വെയർവോൾഫ്സിനെയൊക്കെയാണ് മേയേഴ്സിൻ്റെ ഈ വർക്കിൽ കാണാൻ പറ്റുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അമേരിക്കയിൽ ഈ 2 ഇൻസിഡൻറ്റിന് ശേഷം 9/11 അതുപോലെ തന്നെ വാർ ഓൺ ടെറർ അതിനൊക്കെ ശേഷം നഷ്ടപ്പെട്ടു പോകുന്ന ട്രഡീഷണൽ വാല്യൂസ്, അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് ഈ വാമ്പയേഴ്സിനെയും വെയർവോൾഫ്സിനെയും ഈ ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവന്ന് ഇവർക്കുണ്ട് ആ ട്രഡീഷണൽ വാല്യൂ, നിങ്ങൾക്കും ആ ഒരു ട്രഡീഷണൽ വാല്യൂ വേണം എന്നുള്ളൊരു മെസ്സേജ്, അല്ലെങ്കിൽ സോഷ്യൽ നോംസ്, സോഷ്യൽ വാല്യൂസ് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ്, അതല്ലെങ്കിൽ അത്തരമൊരു കാര്യം ആ അമേരിക്കൻ ജനതയോട് കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഒരു ക്യാരക്ടറൈസേഷനാണ്, ഒരു പ്ലോട്ട് കൺസ്ട്രക്ഷനൊക്കെയാണ് ഈ ഒരു വർക്കിൽ ഉള്ളത്. സോ next, the story starts with confusion over morals, showing a society trying to hold on to families and values. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഫാമിലി റിലേഷൻസ്, സോഷ്യൽ വാല്യൂസ് അതിനൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കഥയാണ്. സോ ദ സ്റ്റോറി സ്റ്റാർട്ട്സ് വിത്ത് കൺഫ്യൂഷൻ ഓവർ മോറൽ ദാറ്റ് മീൻസ് മൊറാലിറ്റി, ധാർമ്മികത. ഇപ്പോൾ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ഇൻസിഡൻസുകൾ ഇതിൽ പറയുന്നുണ്ട്. സോ ധാർമ്മികത, അതുപോലെ തന്നെ സോഷ്യൽ വാല്യൂസ്, സോഷ്യൽ നോംസ്, ഫാമിലി റിലേഷൻസ് അതിനൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്, ഒരു ഇൻസിഡൻസുകളാണ്, ഒരു പ്ലോട്ട് ലൈനാണ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നത്. ബെല്ല സ്വാൻ റെപ്രസെൻറ്റ്സ് ദിസ് കൺഫ്യൂഷൻ. സോ ബെല്ല എന്ന് പറയുന്നത് ഇതിലുള്ള സെൻട്രൽ ക്യാരക്ടറാണ്. ബെല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. ബെല്ല സ്വാൻ റെപ്രസെൻറ്റ്സ് ദിസ് കൺഫ്യൂഷൻ. ബെല്ല, ഹ്യൂമൻ ബീയിങ് ആയ ബെല്ലയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതായത് മൊറാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഫാമിലി ആൻഡ് വാല്യൂസ് ഇതിനൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ളൊരു ബുദ്ധിമുട്ട്, ഒരു സ്ട്രഗിൾ, ഒരു കൺഫ്യൂഷൻ, ഒരു ഡിലെമ്മ അത് ഈ ഒരു ക്യാരക്ടറിനുണ്ടെന്ന് പറയുകയാണ്. ഫീലിംഗ് ദാറ്റ് സോഷ്യൽ നോംസ് ആർ ബ്രേക്കിംഗ് ഡൗൺ. സോ സോഷ്യൽ നോംസൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ അതപ്പതിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സൊസൈറ്റിയിലാണ് ബെല്ല ഉള്ളത്. സോ സ്വാഭാവികമായിട്ടും ബെല്ലയ്ക്കും ഈ പറയുന്ന പോലെ മൊറാലിറ്റി, സോഷ്യൽ വാല്യൂസ് അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സ്ട്രഗിൾ ഒക്കെ ഉണ്ട്. The saga aims to recreate a perfect view of America in Fox, Washington, balancing innocence and reality. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അമേരിക്കയിലുള്ള ഫോക്സ് സിറ്റിയാണത്, അതുപോലെ വാഷിങ്ടൺ എന്നിവിടങ്ങളിലൊക്കെയുള്ള പീപ്പിൾ അവരെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
അതുപോലെ തന്നെ ബാലൻസിങ് ഇന്നസെൻസ് ആൻഡ് റിയാലിറ്റി, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരു തരത്തിലുള്ള റീക്രിയേഷനാണിത്. റീക്രിയേറ്റ് എ പെർഫെക്റ്റ് വ്യൂ ഓഫ് അമേരിക്ക, ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. ദെൻ ദ കുലൻ വാമ്പയർ, ഈ കുലൻ വാമ്പയർ അത് ഒരു ക്യാരക്ടറാണ്. സോ ദ കുലൻ വാമ്പയർ ഫാമിലി സിംബലൈസസ് ഹോപ്പ് ആൻഡ് ഹെൽപ്സ് ഹ്യൂമാനിറ്റി അച്ചീവ് ഇറ്റ്സ് ഐഡിയൽസ്. ഒരു വാമ്പയറിനെ എക്സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് ഇതിൽ, ഒരു കുലൻ വാമ്പയറിനെ. അപ്പോൾ ഈ ഒരു കുലൻ വാമ്പയർ എന്ന് പറയുന്നത് സിമ്പിളാണ്. എന്തിൻ്റെയൊക്കെ സിമ്പിളാണ്? പ്രതീക്ഷയുടെയും, അതുപോലെ ഹെൽപ്സ് ഹ്യൂമാനിറ്റി അച്ചീവ് ഇറ്റ്സ് ഐഡിയൽസ്. അപ്പോൾ മാനവികത അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി ടച്ചൊക്കെയുള്ള, അതല്ലെങ്കിൽ ഒരു ഹോപ്പ്, പ്രതീക്ഷയൊക്കെയുള്ള, അപ്പോൾ അത്തരം ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ, അതിൻ്റെ ഒരു സിമ്പിളാണ് ഈ പറയുന്ന ഒരു വാമ്പയർ എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിലുള്ള വാമ്പയേഴ്സിനെ ഒരു പോസിറ്റീവ് ആംഗിളിലാണ് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു മനുഷ്യർക്കുള്ള ഒരു മാതൃക എന്ന വണ്ണം. The unclear lines between humans and vampires show vulnerability to outside dangers, similar to America's feelings after 9/11. സോ വീണ്ടും ആ ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. 9/11 അതിനുശേഷം അമേരിക്ക ഒരു വൾണറബിലിറ്റി അമേരിക്കയ്ക്ക് വന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഈ വൾണറബിലിറ്റി? ഒരു സോഫ്റ്റ്നെസ്, പെട്ടെന്ന് വീക്കാവും. ഓക്കെ, ഒരു വീക്കായിട്ടുള്ളൊരു ഒരു മനോഭാവം, ദുർബലമായ ഒരു മനോഭാവം അമേരിക്കയ്ക്ക് വന്നു എന്ന് പറയുകയാണ്. ആൻഡ് മേയേഴ്സ് സ്റ്റോറി ഫോക്കസസ് ഓൺ എത്തിക്സ് ഇൻസ്റ്റെഡ് ഓഫ് വയലൻസ്. മേയേഴ്സിൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ എത്തിക്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനു പകരം? വയലൻസിന് പകരം. ഓക്കെ, റിഫ്ലക്റ്റിംഗ് ഹെർ ബിലീഫ്സ് ആൻഡ് കണക്റ്റിംഗ് ദം ടു ദ സ്റ്റോറീസ് തീംസ്. സോ ഈ പറയുന്ന പോലെ തന്നെ അവരുടെ ബിലീഫ് അത് ഈ ഒരു സ്റ്റോറിയിൽ കണക്ട് ചെയ്യുകയാണ്, ഈ സ്റ്റോറിയുടെ തീമുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. എത്തിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, വയലൻസിനല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അമേരിക്കൻ പ്ലേസ്. ദി ട്വലൈറ്റ് സീരീസ് ഈസ് എ കീ പാർട്ട് ഓഫ് അമേരിക്കൻ കൾച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അമേരിക്കൻ കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഈ ഒരു നോവലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഫിലിമാണെങ്കിലും. ബെല്ല മൂവ്സ് ഫ്രം Arizona to Washington, which is central to the story. The town of Fox is important for Bella's journey. ബെല്ലയുടെ ഒരു യാത്ര, ഒരു ജേണി, ഒരു ഷിഫ്റ്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. Where she finds love and a new life with Edward. എഡ്വേർഡുമായി പ്രണയത്തിലാവുകയും അങ്ങനെ എഡ്വേർഡുമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു പ്രണയം, അതിൻ്റെ ഒരു ബിഗിനിങ്, അതിൻ്റെ ഒരു ജേണി ആണ് ഇവിടെ പറയുന്നത്. The different setting in the story show how Bella changes and reflect new ideas about community and pop culture. സോ ഇവിടെ ബെല്ലയ്ക്ക് വരുന്ന മാറ്റങ്ങൾ ഈ ഒരു കഥയിൽ പറയുന്നുണ്ട്. ബെല്ലയ്ക്ക് വരുന്ന അവളുടെ ആറ്റിറ്റ്യൂഡിൽ, അവളുടെ ക്യാരക്ടറിൽ വരുന്ന മനോഭാവം, അതായത് എഡ്വേർഡിനെ പ്രണയിച്ചതിന് ശേഷം ആ ഒരു ജേണിക്ക് ശേഷം ഇവളുടെ ഒരു മാറ്റം, ഇവരുടെ പേഴ്സെപ്ഷനിലൊക്കെ വന്ന മാറ്റം, ഐഡിയാസിലൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആസ് ദ സീരീസ് പ്രോഗ്രസസ്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് യുണൈറ്റ് അഗെയിൻസ്റ്റ് എ കോമൺ ത്രെഡ്, ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടുഗദർനെസ്. ഈ ഒരു വർക്കിൻ്റെ മറ്റൊരു വലിയൊരു തീം എന്ന് പറയുന്നത് യൂണിറ്റി, അതല്ലെങ്കിൽ ടുഗദർനെസ്, ഒരുമിച്ച് ചേരുക, ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്നൊരു മെസ്സേജ്, ഒരു തീമാണ്. അത് വാമ്പയേഴ്സിന് ആ ഒരു ചിന്താഗതി ഉണ്ട് എന്ന് പറയുകയാണ്. ആർക്കാണ് ഇല്ലാത്തത്? മനുഷ്യർക്ക്. അതാണ് ഈ സ്റ്റോറി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഉള്ളിൽ കൂടെ കുത്തുക എന്ന് പറയുമല്ലോ, ആ ഒരു രീതിയിലുള്ള സംഭവമാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ബെല്ല ഡിസയേഴ്സ് എ കമ്മ്യൂണിറ്റി വെർ എവ്രി വൺ ഈസ് ഇൻക്ലൂഡഡ്, എംഫസൈസിങ് യൂത്ത് ആൻഡ് ചേഞ്ച്. അപ്പോൾ ബെല്ല എന്ന് പറയുന്നത്, ബെല്ല ഡിസയേഴ്സ് എ കമ്മ്യൂണിറ്റി വെർ എവ്രി വൺ ഈസ് ഇൻക്ലൂഡഡ്. സോ ബെല്ലയുടെ ക്യാരക്ടറൊക്കെ മാറുകയും അതുപോലെ തന്നെ ബെല്ല ആഗ്രഹിക്കുന്നത് എ കമ്മ്യൂണിറ്റി വെർ എവ്രി വൺ ഈസ് ഇൻക്ലൂഡഡ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റി വേണമെന്ന് ബെല്ല ആഗ്രഹിക്കുകയാണ്. എംഫസൈസിങ് യൂത്ത്, എസ്പെഷ്യലി എംഫസൈസ് ചെയ്യുന്നത് യൂത്തിനെയാണ്. ആൻഡ് ദ ചേഞ്ച്, ഷി ലവ്സ് ദ ചേഞ്ചസ് ആൻഡ് റെഡി ടു ആക്സെപ്റ്റ് ദ ചേഞ്ചസ്. ഇൻ ദ എൻഡ്, ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, ഷീ ബിക്കംസ് എ വാമ്പയർ, അവളൊരു സ്വയം ഒരു വാമ്പയറായിട്ട് മാറുകയാണ്. ചേഞ്ചിങ് ദ യൂഷ്വൽ ഐഡിയാസ് അബൌട്ട് വാമ്പയേഴ്സ് ആൻഡ് ഹൊറർ സ്റ്റോറീസ് ഇൻ ടു എ ടെയിൽ ഓഫ് ഹോപ്പ് ആൻഡ് ന്യൂ ബിഗിനിങ്സ്. സോ ഈ കഥയുടെ അവസാനം എന്ന് പറയുക, ഈ ഒരു സീരീസിൻ്റെ അവസാനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന ബെല്ല, ഹ്യൂമൻ ബീയിങ് ആയുള്ള ബെല്ല ഒരു വാമ്പയറായിട്ട് മാറുന്നതാണ് ഇതിൽ കാണുന്നത്. ഒരു പുതിയ
ഒരു ഒരു ന്യൂ ബിഗിനിങ്ങോട് കൂടിയിട്ട് ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റുകളൊക്കെ വാമ്പയറിനെ കുറിച്ചുള്ളൊരു സ്റ്റീരിയോടിപ്പിക്കൽ ട്രഡീഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു ആസ് എ ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ പുതിയ കാഴ്ചപ്പാടോടുകൂടി ഇങ്ങനെയും വാമ്പയർ ആകാം അല്ലേ എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മളിൽ തോന്നുന്ന രീതിയിൽ ഒരു ചേഞ്ച് അവൾക്ക് ഉണ്ടാവുകയാണ്. Mayer's writing offers a different view of America, focusing on change and belonging. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്ത് ഈ ബെല്ലയുടെ ചേഞ്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ചേഞ്ച് ഓഫ് അമേരിക്കയുടെ ചേഞ്ചിനെ തന്നെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Mayer's writing offers a different view of America, focusing on change and belonging. Next, American youth. So when we come to here, Mayer's vampire books place vampires in familiar settings like a cozy cabin or a neighborhood, ending with a prom scene similar to show like Buffy the Vampire Slayer. അപ്പോൾ ഈ ഒരു വർക്കിൽ വാമ്പയേഴ്സിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് വളരെയധികം ഒരു കോസി ലൈഫൊക്കെ ലീഡ് ചെയ്യുന്ന വളരെ ഹാപ്പി ആയിട്ട് പ്ലസൻ്റായിട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വാമ്പയേഴ്സിനെയാണ്. പ്രോം സീനൊക്കെയാണ്. എന്താ പ്രോം സീന്? ഡാൻസ് പാർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അതായത് ഒരു ജനത, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ഡാൻസ് പാർട്ടി അതല്ലെങ്കിൽ അത്തരം ഒരു മനുഷ്യൻ ചെയ്യുന്ന ആ ഒരു സർക്കിൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചില ആക്ടിവിറ്റീസ് അത് വാമ്പയേഴ്സ് ചെയ്യുകയാണ്. പ്രോം സീൻ ഉണ്ട്, അതുപോലെ അവരൊരു കോസി ക്യാബിൻ ലൈഫ് ലീഡ് ചെയ്യുന്നു, നൈബർഹുഡ് കീപ്പ് ചെയ്യുന്നു, ഫാമിലി റിലേഷൻസ് കീപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ബഫി ദ വാമ്പയർ സ്ലെയർ ഇതിലുള്ളൊരു ക്യാരക്ടറാണ്. എക്സിംപ്ലിഫൈ ചെയ്യുകയാണ്, ഉദാഹരിക്കുകയാണ് ആ ഒരു ക്യാരക്ടറിനെ പറഞ്ഞുകൊണ്ട്. The series targets young readers and explores teen issues like fitting in and relationships through Bella's experiences with Edward. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ്, എക്സാക്ട്ലി ഒരു മാതൃകയാണ് ആർക്ക്? ചില ടീൻ അതല്ലെങ്കിൽ യൂത്ത്, യങ് ആയിട്ടുള്ള റീഡേഴ്സ്. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ റിലേഷൻസ്, ഫാമിലി റിലേഷൻസ് അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു സെക്ലൂഡഡ് ആയിട്ട് പോകുന്ന യുവതലമുറയ്ക്കുള്ള ഒരു ബെസ്റ്റ് മോഡലാണ്, എക്സാമ്പിളാണ് ഈ പറയുന്ന വാമ്പയേഴ്സ് എന്ന് പറയുകയാണ്. ബിക്കോസ് ദേ കീപ് സോഷ്യൽ റിലേഷൻസ്, ദേ കീപ് ഫാമിലി റിലേഷൻസ്, ദേ കീപ് സോഷ്യൽ വാല്യൂസ് ആൻഡ് നോംസ്. ഓക്കെ, ദെൻ Bella faces challenges with being open and true to herself, dealing with everyday teen problems, while also facing deeper questions about life. ഈ കഥയിൽ ചിലയിടങ്ങളിലൊക്കെ ബെല്ല ടീനേജേഴ്സ് അതല്ലെങ്കിൽ ടീനായിട്ടുള്ള അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരുടെ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. ഷീ റെപ്രസെൻറ്റ്സ് ദ ടീൻ ഓർ ഷീ റെപ്രസെൻറ്റ്സ് ദ യൂത്ത്. അപ്പോൾ ഒരു ടീനേജിൽ ഒരാൾക്കുണ്ടാകുന്ന പ്രോബ്ലംസ്, കൺഫ്യൂഷൻസ്, സ്ട്രഗിൾസ്, പലതും അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്, പഴയ ആൾക്കാർ അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ന്യൂ ജനറേഷൻ നമ്മൾ പറയുമല്ലോ, ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ഒരു ഡിലമ്മ, അല്ലെങ്കിൽ എല്ലാത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ട് അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് യൂത്ത് അതല്ലെങ്കിൽ ടീനേജ് അങ്ങനെയായിരിക്കും. പലതിനെയും കീറി മുറിക്കാൻ ഉള്ള തക്ക ശേഷിയുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും. പലതും അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല, പകരം എതിർക്കാനായിരിക്കും കഴിയുക. അപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ റെപ്രസെൻ്റ് ചെയ്തൊരു ക്യാരക്ടറായിട്ട് തുടക്കത്തിൽ ഇതിൽ ബെല്ലയെ കാണിക്കുന്നുണ്ട്. ആൻഡ് ദ ബുക്സ് ഡിസ്കസ് ടീനേജ് സെക്ഷുവാലിറ്റി, എംഫസൈസിങ് സെൽഫ് കൺട്രോൾ ആൻഡ് കമ്മ്യൂണിറ്റി വാല്യൂസ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ സെൽഫ് കൺട്രോൾ ആൻഡ് കമ്മ്യൂണിറ്റി വാല്യൂസ്, ടീനേജ് സെക്ഷുവാലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ബുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മേയേഴ്സ് സ്റ്റോറി പ്രൊമോട്ട്സ് മീനിങ് റിലേഷൻഷിപ്സ് ആൻഡ് പേഴ്സണൽ ഗ്രൗത്ത്. മീനിങ് ഫുള്ളായുള്ള റിലേഷൻഷിപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ട് ഈ ബുക്കിന് നമുക്ക് കാണാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഫിലിമിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രൗത്ത്, ഷോവിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് പേഷ്യൻസ്, ക്ഷമയുടെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഒട്ടനവധി തീമുകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് പറയുകയാണ്.
ബെല്ല ബിക്കമിങ് എ വാമ്പയർ സിംപ്ലൈസസ് ഹെർ ജേർണി ടു ഡിസ്കവർ ഹെർ ട്രൂ സെൽഫ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ബെല്ല ഒരു വാമ്പയറായിട്ട് മാറുന്നുണ്ട്. ആ വാമ്പയറായിട്ട് മാറുന്നത് ദാറ്റ് സിംപ്ലൈസസ് ഹെർ ജേർണി ടു ഡിസ്കവർ ഹെർ ട്രൂ സെൽഫ്. അവളുടെ ഒരു ട്രൂ സെൽഫ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയാണ് അവൾ വാമ്പയറായിട്ട് മാറുന്നത്. ഹ്യൂമൻ ബീയിങ് ഇംപെർഫെക്റ്റ് ആണ് എന്ന് തോന്നുന്നിടത്താണ് ഇവൾ വാമ്പയറായിട്ട് മാറുന്നത്. ദാറ്റ് മീൻസ് മനുഷ്യരെക്കാളും എത്രയോ മെച്ചമാണ് വാമ്പയർ എന്നുള്ളൊരു കാര്യം ആണ് ഈ കഥയിൽ പറയുന്നത്. ആൻഡ് ഫൈൻഡ് ഹെർ പ്ലേസ് ഇൻ ദ വേൾഡ്. അങ്ങനെ വാമ്പയറായിട്ട് മാറുമ്പോൾ അവൾക്ക് ലോകത്തിൽ ഒരു പ്ലേസ് കിട്ടുകയാണ്, ഒരു ഐഡൻറ്റിറ്റി കിട്ടുകയാണ്. സോ നേരത്തെ പറഞ്ഞ 9/11 എന്നുള്ള ഇൻസിഡൻറ്റ് ഒരു ഉദാഹരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഒട്ടനവധി ഇൻസിഡൻറ്റുകൾ അമേരിക്കയിലുണ്ടായപ്പോൾ ഒരുപാട് അധപ്പതിച്ചു പോയി ജനത. വാർ, വേറെ ഒരു എക്സാമ്പിളും വേണ്ട. യുദ്ധം ഉണ്ടായതിനു ശേഷമാണല്ലോ ഈ അബ്സേർഡിസം ഒക്കെ ഉണ്ടാവും, അബ്സേർഡ് തിയറി ഒക്കെ ഉണ്ടാവുന്നത്. വാർ അതിൻ്റെ ഒരു യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മനുഷ്യർക്ക് തന്നെ തോന്നി തുടങ്ങി എന്തിനായിരുന്നു യുദ്ധം എന്നുള്ളത്. മനുഷ്യജീവിതം നോൺസെൻസ് ആണ് എന്ന് തോന്നുന്ന ആ ഒരു ചിന്ത, ആ ഒരു കോൺസെപ്റ്റ്, അതിനെയാണ് അബ്സേർഡിസം എന്ന് പറയുന്നത്. അപ്പോൾ തങ്ങളോട് തന്നെ ഒരു വെറുപ്പും ദേഷ്യമൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ അത്തരം കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ മനുഷ്യരേക്കാൾ എത്രയോ ഭേദമാണ് വാമ്പയേഴ്സ്. അവർ സോഷ്യൽ വാല്യൂസും റിലേഷൻഷിപ്സും ഒക്കെ കീപ്പ് ചെയ്യുന്ന നല്ല ഒരു ജനതയായിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതൊരു രീതിയിൽ ഒരു സർക്കാസം കൂടിയാണ്. എനിവേ, ദ യുണൈറ്റഡ് നേഷൻസ് ഓഫ് വാമ്പയേഴ്സ്. Mayer's novels depict unusual events that change daily life, connecting to what Nelson, another vampire ആണ്, describe as the new supernatural linked to American ideals. In Eclipse, Bella reflects on her changing views. ഈ എക്ലിപ്സ് എന്ന് പറയുന്നത് ഈ സീരീസിലുള്ള ഈ ഒരു ബുക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നോവൽ ഫിലിം സീരീസിൻ്റെ മറ്റൊരു സീസണാണ് കേട്ടോ. അല്ലെങ്കിൽ മറ്റൊരു സീരീസാണ് ഈ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ ബെല്ല പറയുന്നുണ്ട്, ബെല്ല റിഫ്ലെക്ട്സ് ഓൺ ഹെർ ചേഞ്ചിങ് വ്യൂസ് ഷോവിങ് എ ന്യൂ അമേരിക്ക ഫോക്കസ്ഡ് ഓൺ ഇറ്റ്സ് റൂട്ട്സ്. അപ്പോൾ അതിൽ അവൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ചേഞ്ചിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ ചേഞ്ചിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഡൗൺ, അത് മറ്റൊരു സീസണാണ്, മറ്റൊരു സീരീസാണ്. ഞാൻ പറഞ്ഞു ഒരുപാട് സീരീസ് ഉണ്ട്, ഒരുപാട് സീസൺസ് ഉണ്ട്. ബ്രേക്കിംഗ് ഡൗൺ ടെൽസ് എ സ്റ്റോറി ലൈക്ക് എ സ്പൂക്കി 1950s TV ഷോ. അപ്പോൾ ഈ ബ്രേക്കിംഗ് ഡൗൺ എന്ന് പറയുന്ന ഈ സാഗയുടെ തന്നെ, ട്വൈലൈറ്റ് സാഗയുടെ തന്നെ മറ്റൊരു സീരീസിൽ പറയുന്നത് എന്താണ്? ടെൽസ് എ സ്റ്റോറി ലൈക്ക് എ സ്പൂക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയാനകമായൊരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കുന്ന, അതിനെ നമ്മൾ സ്പൂക്കി എന്ന് പറയും. ഒരു ഗോസ്ലി ഫിയർ, പേടിപ്പെടുത്തുന്ന, ഒരു ഭൂതത്തെയൊക്കെ പേടിക്കുന്ന അല്ലെങ്കിൽ പ്രേതത്തിനൊക്കെ പേടിക്കുന്ന ആ രീതിയിലൊരു ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന 1950s TV ഷോ അഡ്രസ്സിങ് സ്പിരിച്വൽ നീഡ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു TV ഷോ, 1950 TV ഷോ ആയിരുന്നു ബ്രേക്കിംഗ് ഡൗൺ എന്ന് പറയുന്ന ആ ഒരു സീസണിൽ പറഞ്ഞ കഥ. ഓക്കെ, ദെൻ Garrett's speech at the climax of the story represents a diverse group of vampires fighting against unfairness. ഗാരറ്റ് എന്ന് പറയുന്നത് ഒരു നോമഡിക് വാമ്പയറാണ്. നോമഡിക് വാമ്പയർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഓരോ ദേശങ്ങൾ തോറും സഞ്ചരിക്കുന്ന വാമ്പയർ. ഇവിടെ നോക്കൂ, എത്ര മനോഹരമായിട്ട് മനുഷ്യരെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഈ വാമ്പയേഴ്സിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ദേശങ്ങൾ തോറും സഞ്ചരിക്കുന്ന ഒരു വാമ്പയർ. ആ വാമ്പയറിൻ്റെ സ്പീച്ചിൽ പറയുന്നുണ്ട്, അറ്റ് ദ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറി റെപ്രസെൻറ്റ്സ് എ ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് വാമ്പയേഴ്സ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അൺഫെയർനെസ്. അവരെല്ലാവരും ഫൈറ്റ് ചെയ്യാണ്. എന്തിനാണ്? അൺഫെയർനെസ്സിനെതിരെ. അതായത് അവർക്ക് ഫെയർനെസ് വേണം, ലോകത്ത് നല്ലത് കൊണ്ടുവരണം, നന്മ കൊണ്ടുവരണം. ആരാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് നന്മ കൊണ്ടുവരാൻ? വാമ്പയേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു സർക്കാസം അവിടെയുണ്ട്. റിഫ്ലക്റ്റിംഗ് അമേരിക്കൻ വാല്യൂസ്. ഇതൊക്കെ കാണിക്കുന്ന അമേരിക്കൻ വാല്യൂസ്, നഷ്ടപ്പെട്ടു പോകുന്ന അമേരിക്കൻ ജനതയുടെ ബന്ധങ്ങൾ, അവരുടെ സോഷ്യൽ വാല്യൂസ്, അതിനൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഹി സപ്പോർട്ട്സ് ഫാമിലി ടൈസ് ആൻഡ് റിജക്ട്സ് ദ നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് വാമ്പയർ സ്റ്റോറീസ്, എൻകറേജിങ് സാക്രിഫൈസ് ഫോർ എ മീനിങ് ഫുൾ ലൈഫ്. നോക്കൂ, ഹി സപ്പോർട്ട്സ് ഫാമിലി ടൈസ്, ബന്ധങ്ങളെക്കുറിച്ച്, ഫാമിലി ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്ന ബുക്കിൽ.
ആൻഡ് സോറി ഇദ്ദേഹം, അതായത് ഗാരറ്റിൻ്റെ സ്പീച്ചിൽ ഗാരറ്റ് എന്ന് പറയുന്ന ഒരു വാമ്പയറാണ്. ആ വാമ്പയർ സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ടൈസ് ആണ്, ഫാമിലി റിലേഷൻ, ആ ഒരു ബോണ്ട് അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം, ഈ ഒരു വാമ്പയർ. ആൻഡ് റിജക്ട്സ് ദ നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് വാമ്പയർ സ്റ്റോറീസ്. വാമ്പയർ സ്റ്റോറീസിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റുകളൊക്കെ റിജക്റ്റ് ചെയ്യുന്നൊരു വാമ്പയറും കൂടിയാണ് ഇദ്ദേഹം. ഈ പ്രേതം അല്ലെങ്കിൽ വാമ്പയർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സാധനമാണ് മനസ്സിൽ വരിക, ഒരു ആക്രമണത്തിൻ്റെ ഒരു സിമ്പിളായിട്ടൊക്കെ, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉപദ്രവകാരികളായിട്ടൊക്കെ. പക്ഷേ അങ്ങനത്തെ ഒരു ഫേസേ അല്ല ഇതിലുള്ള വാമ്പയേഴ്സിനുള്ളത്. പ്രത്യേകിച്ചും ഗാരറ്റൊക്കെ, ഈ ഗാരറ്റ് എന്ന് പറയുന്ന ഈ നോമാഡിക് വാമ്പയറൊക്കെ നന്മയെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. എൻകറേജിങ് സാക്രിഫൈസ് ഫോർ എ മീനിങ് ഫുൾ ലൈഫ്. സോ ഒരു മീനിങ് ഫുള്ളായ ഒരു ലൈഫിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന ഒരു വാമ്പയറാണ് ഗാരറ്റ് എന്ന് പറയുന്നത്. മേയേഴ്സ് വിഷൻ ഹൈലൈറ്റ്സ് ഹോപ്പ് ആൻഡ് ടുഗദർനെസ്. അപ്പോൾ മേയറിൻ്റെ ഈ ഒരു വർക്കിൽ അവരുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ടു ഹൈലൈറ്റ് ഹോപ്പ് ആൻഡ് ടുഗദർനെസ്. അമേരിക്കൻ ജനതയിൽ ഹോപ്പ്, പ്രതീക്ഷയും ടുഗദർനെസ്, ഒന്നിച്ചു നിൽക്കലും യൂണിറ്റിയും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബുക്ക്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വാമ്പയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ വെൻ എ ഡിഫെൻസ് ഈസ് നെസസറി. ഒരു ഡിഫെൻസ് ഉണ്ട് എങ്കിൽ പോലും, ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു ഡിഫെൻസ് നെസസറി ആണ് എങ്കിൽ പോലും, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലാണ് എങ്കിൽ പോലും ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, പ്രതീക്ഷയുടെ ആവശ്യകതയെക്കുറിച്ച് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജാണ് ഇതിലുള്ളത് എന്ന് പറയുകയാണ്. ദ സീരീസ് presents traditional views on power and social order, valuing steady principles and a return to a controlled world. സോ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന സോഷ്യൽ നോംസ് ഒക്കെ തിരികെ പിടിച്ചുകൊണ്ട് ഒരു കൺട്രോൾഡ് വേൾഡിലേക്കുള്ളൊരു റിട്ടേൺ, തിരിച്ചുവരവ്, കുറേയധികം മോറൽ പ്രിൻസിപ്പിൾസും വാല്യൂസും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല ഒരു സൊസൈറ്റിയിലേക്കുള്ളൊരു തിരിച്ചുവരവ്, ഒരു കൺട്രോൾഡ് വേൾഡിലേക്കുള്ളൊരു തിരിച്ചുവരവ്, അതാണ് ഈ റൈറ്റർ ആഗ്രഹിക്കുന്നത്. മേയർ എക്സാമിൻസ് ഹ്യൂമൻ നേച്ചർ ആൻഡ് മോറൽ ലീഡർഷിപ്പ് ഇൻ ഹെർ വാമ്പയർ ടെയിൽസ്. സോ മേയർ എക്സാമിൻസ് ഹ്യൂമൻ നേച്ചർ ആൻഡ് മോറൽ ലീഡർഷിപ്പ് ഇൻ ഹെർ വാമ്പയർ ടെയിൽസ്, ഷോവിങ് ദ നീഡ് ടു അക്സെപ്റ്റ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. നോക്കൂ, മേയർ അവരുടെ ഈ പറയുന്ന വർക്കിൽ എക്സാമിൻസ് ഹ്യൂമൻ നേച്ചർ ആൻഡ് മോറൽ ലീഡർഷിപ്പ് ഇൻ ഹെർ വാമ്പയർ ടെയിൽസ്. വാമ്പയർ സ്റ്റോറിയാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും അതിലും ഹ്യൂമൻ ബീയിങ്സിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഷോയിങ് ദ നീഡ് ടു അക്സെപ്റ്റ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഈ രണ്ട് വശങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഗുഡ് ആൻഡ് ബാഡ്, നല്ലത് ചീത്തത് എന്നുള്ള ആ ഒരു മെസ്സേജ്, ആ ഒരു തീം കണക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാമ്പയർ സ്റ്റോറീസിൽ പോലും ഹ്യൂമൻ ബീയിങ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാമ്പയർ, ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്, ഈ ഒരു സാഗ സീരീസ് എന്ന് പറയുന്നത്, ഇറ്റ് ടെൽസ് ദി റിലേഷൻഷിപ്പ് ഓർ ദ ലവ് ബിറ്റ്വീൻ ബെല്ല ആൻഡ് എഡ്വേർഡ്. ഇതിൽ ബെല്ല ഹ്യൂമൻ ബീയിങ് ആണ്, എഡ്വേർഡ് വാമ്പയറും. അപ്പോൾ ഈ ഇതിൽ ഒരു മിക്സ്ചർ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹ്യൂമൻ നേച്ചറും ഇതിലുണ്ട്. അപ്പോൾ അത് ഈ പറയുന്നത് പോലെ ഗുഡ് ബാഡ് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ഈ പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ മേജറായിട്ടുള്ള കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. പോപ്പുലർ വാമ്പയേഴ്സ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു ഓൾ.